The national highway which is connected from the border of the Kasaragod, the border of Karnataka, the Kasaragod area to the... I am a totally minister. എൻ്റെ ബാലഗോപാല സാറേ വീണ്ടും നാറ്റിച്ചല്ല കൊഞ്ചം അങ്കപ്പാറ് കണ്ണാ. See, the only political party is Bharatiya Janata Party, led by Honorable Prime Minister Shri Narendra Modi ji and JP Nadda ji, is given opportunity to 4 women leaders. കെ സുരേന്ദ്രൻ്റെ ഇംഗ്ലീഷ് കണ്ടായിരുന്നോ? ഓഹ്, ഇതിൻ്റെയൊക്കെ വല്ല ആവശ്യമുണ്ടോ സാറേ? ഒന്ന് എഴുതി വച്ച് വായിച്ചാൽ പോരെ? 1-2 കൂടെ കാണിച്ചു തരാം. സാറ് പറയുന്നത് ടുഡേ ദ മോർണിംഗ് ദെയർ ഈസ് സെക്ഷൻ എന്ന്. എന്താണ് ഉദ്ദേശിച്ചത് അങ്ങ്? മഹാനുഭാവ, അങ്ങ് എന്താണ് ഉദ്ദേശിച്ചത്? സമ്പൂർണ്ണ സാക്ഷരത എന്താ ഒരു ദിവസം 100 ആവർത്തി പറയും. സമ്പൂർണ്ണ സാക്ഷരത. ഉന്നത വിദ്യാഭ്യാസ മന്ത്രി നല്ല സാക്ഷരതയാണ്. ധനകാര്യമന്ത്രി കോവാലെ നല്ല സാക്ഷരതയാണ്. മുൻ യുവജന കമ്മീഷൻ അധ്യക്ഷ ചിന്തോജറം നല്ല സാക്ഷരതയാണ്. ഈ സാക്ഷരതയൊക്കെ കൊണ്ട് എവിടെ വയ്ക്കും നമ്മൾ? കടകാര്യമന്ത്രിയാ. കടം തീർക്കലും വാങ്ങിക്കലും കൊടുപ്പും നടത്തുന്ന മന്ത്രിയുടെ ഇംഗ്ലീഷാ. നിക്ഷേപകരെ ആകർഷിക്കാൻ വേണ്ടി കേരളം തയ്യാറാക്കിയ ചടങ്ങിൽ മന്ത്രി ഒന്ന് പ്രസംഗിച്ചു. നിക്ഷേപകർ അറഞ്ചം പുറഞ്ചം ഓടി തള്ളി മന്ത്രി അതും ഇതും പറഞ്ഞിട്ട് പോയ വഴി പുല്ലുപോലും കൊടുത്തില്ലെന്നാണ് പറയണത് കേട്ടോ. അമ്മച്ചിയാണ് സത്യം. നിങ്ങൾക്കൊരു നന്ദി പ്രകാശൻ എഴുതി തരാൻ പോലും അറിവുള്ള ആരും ഇല്ലേ? ആ ബ്രിട്ടാസിനെയൊക്കെ വിളിക്കേ. കറുമുറ 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 ഇംഗ്ലീഷ് പറയുന്നതല്ലേ അങ്ങ് പാർലമെൻറ്റിൽ കിടന്ന്. നിങ്ങൾ ഇവിടെ നിന്ന് പറഞ്ഞയച്ച MP അല്ലേ അപ്പം പിന്നെ ഇങ്ങോട്ട് വിളിച്ച് വരുത്തിയിട്ട് 4 ഇംഗ്ലീഷ് എഴുതിത്താ പിള്ളേന്ന് പറ. പിണറായിയൊക്കെ ഉപദേശിച്ച് വഴിയാധാരാക്കുന്ന മനുഷ്യനല്ലേ. അപ്പം പിന്നെ പറഞ്ഞാൽ എന്താണ്? ഇതിപ്പം നമ്മുടെ BJPയിൽ ഏതെങ്കിലും നേതാക്കന്മാരായിരിക്കണം. എൻ്റെ അമ്മേ, ആർക്കൊക്കെ ഇവിടെ കുരു പൊട്ടിയേനെ, ആരൊക്കെ ഇവിടെ എടുത്തിട്ട് ട്രോളിയനെ, ആരൊക്കെ എന്തൊക്കെ ചർച്ചകൾ വരെ നടത്തിയനെ. BJPയുടെ സംസ്ഥാന അധ്യക്ഷന് ഇംഗ്ലീഷ് അറിഞ്ഞുകൂടാ. നരേന്ദ്രമോദി എഴുതി വെച്ച് വായിക്കണ്. അല്ല അങ്ങനെ എഴുതി വെച്ചോ എഴുതാതെ വായിക്കിട്ട് ട്രോളിന് എന്തെങ്കിലും ഒരു വാക്ക് ഇന്ന് വരെ തന്നിട്ടുണ്ടോ? ഉണ്ടോ? അങ്ങേര് എഴുതി വെച്ച് വായിക്കണമെങ്കിൽ അന്ന് നാട്ടുകാർക്ക് ചിരിക്കാൻ വക കൊടുക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അല്ല ബിരുദ സർട്ടിഫിക്കറ്റും +2ൻ്റെ സർട്ടിഫിക്കറ്റും ഈ PGയുടെ സർട്ടിഫിക്കറ്റൊക്കെ അന്വേഷിച്ച് കിടക്കണം. നേരം ഉണ്ടെങ്കിലേ പോയി സ്പോക്കൺ ഇംഗ്ലീഷ് വല്ലതും പഠിക്ക്. ഇനിയിപ്പോൾ വേണ്ട, ഇനി 26-ൽ അധികാരം UDFനാണെന്നൊക്കെ സർവേ റിപ്പോർട്ടുകൾ വന്നല്ല. അത് പറഞ്ഞപ്പോഴാണ് ഇനി സതീശൻ ഇംഗ്ലീഷ് അറിയാൻ വഴിയില്ല. ചിലപ്പം പറയുമായിരിക്കും ചെന്നിത്തല മുഖ്യമന്ത്രി കുപ്പായം തയ്ക്കുന്നുണ്ട്, പറയുമോ എന്തോ. പിന്നെ ആകെ കൂടെ ഒരു പ്രതീക്ഷ ഉള്ളത് ശശി തരൂരിനാണ്. രാഹുൽ ഗാന്ധി ഒന്ന് മനസ്സ് കാണിച്ച് തരൂരിനെ ഒന്ന് മുഖ്യമന്ത്രിയാക്കിയിരുന്നെങ്കിൽ കേരളത്തിലെ കുട്ടികളുടെ വിദ്യാഭ്യാസ നിലവാരത്തിൽ എന്തെങ്കിലുമൊക്കെ ഒരു മാറ്റം ഉണ്ടായേനെ. പിള്ളേർ ഇവിടെ നിന്ന് ഈ ലക്ഷങ്ങൾ ചിലവാക്കി വിദേശത്തേക്ക് ഇങ്ങനെ ഓടിക്കയറിക്കൊണ്ടിരിക്കുകയാണേ. അപ്പം അതിനെങ്കിലും ഒരു ഇളവ് കിട്ടിയേനെ. തീർന്നില്ല, മന്ത്രി ഇല്ലിസ്ട്രേറ്റ് എന്നാണ് ഉദ്ദേശിച്ചത്. അതിന് മന്ത്രി പറഞ്ഞതാണ് LSTR, യു ആർ വെൽ നോൺ മിനിസ്റ്റർ. എൻ്റെ പൊന്നു കോവാല, ഇതിൻ്റെയൊക്കെ അർത്ഥം നിങ്ങളൊന്ന് വീട്ടിൽ പോയി കണ്ടെത്തണം. എന്താണ് ഞാൻ ഈ പറഞ്ഞതെന്ന്. ഈ പറഞ്ഞത് എനിക്കേ മനസ്സിലാവണില്ല എന്നാണ് അങ്ങേരെ വിചാരമെങ്കിൽ ഒന്ന് അവിടെ ഇരിക്കുന്ന ആളുകളുടെ കൂടെ ഒരു അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കണം. എന്തിനാണ് ഇങ്ങനെ ഇംഗ്ലീഷ് പറഞ്ഞ് കേരളത്തെ ഇങ്ങനെ നാറ്റിച്ച് BBC വന്നപ്പം ബിന്ദു ചേച്ചി നാറ്റിച്ച്, ചിന്ത ചേച്ചി നാറ്റിച്ച്, എവിടെയെല്ലാം പോയി ഇംഗ്ലീഷ് പറഞ്ഞാണ് നാറ്റിച്ച് വിടുന്നത്. ബ്രിട്ടാസിന് വലിയ നാവുണ്ടല്ലോ, 10 അടി നീളമുള്ള നാവുണ്ടല്ലോ. ആ നാവ് വെച്ച് ബാലഗോപാലിന് എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് പഠിപ്പിച്ചു കൊടുത്തുകൂടി? വെറുതെ ഇങ്ങനെ ഇരിക്കേ. നിർമ്മലാ സീതാരാമനെ കാണുമ്പോൾ അങ്ങ് പൊട്ടി തെറിക്കും, ചൊറിച്ചിലുണ്ടാവും, മാന്തലുണ്ടാകും. ഈ കുംഭമേളയെക്കുറിച്ച് പറയുമ്പോൾ വലിയ പൊട്ടിത്തെറി, മാന്തൽ, ചൊറിച്ചിലൊക്കെ ഉണ്ടാവും. ഞങ്ങൾ ആർക്കും എതിരല്ല. ഞങ്ങൾക്ക് CPM വേണം, UDFും വേണം, BJPയും വേണം, DMKയും വേണം, അണ്ണാ DMKയും വേണം, എല്ലാ പാർട്ടിയും, ഇനി ഏതൊക്കെ തൃണമൂൽ കോൺഗ്രസും വേണം, എല്ലാം വേണം. പക്ഷേ നമ്മളൊക്കെ കേരളത്തിലാണ് ജീവിക്കുന്നത്. ഒരു കേരളീയനാണെന്ന് പറയുമ്പോൾ വലിയ അഭിമാനവുമാണ്. അതിനെ അപമാനമാക്കരുത്. ഉച്ചകോടിയെ ഉച്ചഭ്രാന്താക്കി മാറ്റരുത് പ്ലീസ്. നിങ്ങൾക്കൊക്കെ ഇംഗ്ലീഷ് അറിഞ്ഞൂടെങ്കിൽ
ഒന്നുകിൽ മലയാളം പറഞ്ഞിട്ട് തർജിമ ഇംഗ്ലീഷിലേക്ക് ചെയ്യാൻ ആരെയെങ്കിലും നിർത്തുക. മാന്യത. ഇപ്പം രാഹുൽ ഗാന്ധിയൊക്കെ വരുമ്പോൾ ഇംഗ്ലീഷ് ഹിന്ദിയെ സംസാരിക്കുമ്പോൾ ആളുകൾക്ക് മനസ്സിലാവാതെ വരുമ്പോൾ അത് തർജിമ ചെയ്യാൻ അവിടെ ഒരാളെ നിർത്തിയിട്ടില്ലേ? നിങ്ങൾക്കത് അറിയില്ല എങ്കിൽ ഇംഗ്ലീഷ് അറിയാത്തതൊന്നും വലിയ കാര്യമല്ല. ഈ പറയുന്ന ഞങ്ങൾക്കൊന്നും ഉദ്ദേശിച്ചത് എനിക്ക് ഒരു 5 മിനിറ്റ് പോലും നേരെ ചെപ്പം ഇംഗ്ലീഷ് സംസാരിക്കാൻ പറഞ്ഞാൽ ഞാൻ ബബ അടിച്ചു പോവും. ഇംഗ്ലീഷ് പഠിക്കണമെന്ന് വലിയ ആഗ്രഹവും എനിക്കില്ലാത്ത ഒരാളാണ്. ഞാൻ ജനിച്ചത് കേരളത്തിലാണ്. മലയാളം എത്രത്തോളം പറയാൻ കഴിയുമോ അത്രത്തോളം മലയാളം പറഞ്ഞ് ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. ഒരു പൊതു സദസ്സിൽ ചെന്നിരുന്നിട്ട് ഇംഗ്ലീഷ് പറഞ്ഞാൽ ഞാൻ പച്ച മലയാളത്തിൽ പറയും. എനിക്ക് ഇംഗ്ലീഷ് പറയാൻ അറിയില്ല, എനിക്ക് ഇംഗ്ലീഷ് നിങ്ങളുടെ മുന്നിൽ നിന്ന് സംസാരിക്കാൻ അറിയില്ല. ഒരു പ്രമുഖ ചാനലിൽ ഇംഗ്ലീഷ് സംസാരിക്കാൻ അറിഞ്ഞൂടാത്തതിൻ്റെ പേരിൽ ജോലി പോയ ഒരാളാണ് ഞാൻ ഇൻ്റർവ്യൂവിനെത്തിയപ്പോൾ. അപ്പോൾ ഇംഗ്ലീഷ് അറിയാഞ്ഞാലേ ഞാൻ വലിയ മഹാനാകൂ. നിങ്ങൾ കേരളത്തിലെ ധനകാര്യമന്ത്രിയാണ്, കേരളത്തിലെ ധനകാര്യ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന ആളാണ്. നിങ്ങൾ ഏത് ഭാഷയിൽ സംസാരിക്കുന്നു എന്നുള്ളതല്ല. നമ്മുടെ കേരളത്തിലേക്ക് നിക്ഷേപകരെ സ്വീകരിക്കുമ്പോൾ, നിക്ഷേപകർ വരുമ്പോൾ, അത് കോടികളുടെ നിക്ഷേപം നമുക്ക് കിട്ടുമ്പോൾ നമ്മുടെ കേരളം വളരുകയാണ്. ആ വളർച്ചയെ തളർത്തരുത് ബാലഗോപാല സാറേ. നിങ്ങളിപ്പോൾ തളർത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇംഗ്ലീഷ് പറഞ്ഞ് നാറ്റിച്ചുകൊണ്ടിരിക്കുക. പട്ടച്ചാരയം വീത്തി കൊട്ടാരം നാറ്റിച്ചതെന്ന് പറഞ്ഞ പോലെ ഇംഗ്ലീഷ് പറഞ്ഞ് കേരളത്തെ ഇങ്ങനെ നാറ്റിക്കരുത്, ഇങ്ങനെ അപമാനിക്കരുത് സഖാക്കളെ, അപേക്ഷയാണ് പ്ലീസ്. എന്നാലും ഗോപാല സാറേ, നിങ്ങൾ ഇനിയെങ്കിലും മനസ്സിലാക്കാനുള്ള ഒരു കാര്യം, കേരളത്തിലെ ഭാഷ എന്ന് പറയുന്നത് മലയാളമാണ്, ഹിന്ദിയോ ഇംഗ്ലീഷോ അല്ല. മോദി ഹിന്ദി അടിച്ചേൽപ്പിക്കുന്നു. ഈ ഇടയ്ക്കാരെ പറയുന്ന കേട്ടോ, പിന്നെ RSSൻ്റെ നേതാവ് മോഹൻ ഭാഗവത് വന്ന് പറഞ്ഞു എന്ന്, ഇനി ഹിന്ദുക്കളെല്ലാം ഇംഗ്ലീഷ് സംസാരിക്കണമെന്ന്. കാരണം മീഡിയ വണ്ണാണ് ആ വാർത്ത പുറത്തുവിട്ടത്. എന്തോ വലിയ കാര്യത്തിൽ ഭയങ്കര സംഭവമായിട്ടൊക്കെ അത് പറയുന്നുണ്ട്. അങ്ങനെ അല്ല പറഞ്ഞത് എന്നുള്ളത് കേട്ടുകൊണ്ടിരിക്കുന്നവർക്ക് എല്ലാവർക്കും അതുകൊണ്ട് മാധ്യമപ്രവർത്തകരെല്ലാം ഇംഗ്ലീഷ് അറിഞ്ഞവരാണെന്നോ ഇംഗ്ലീഷിൽ അങ്ങനെ പ്രാഗൽഭ്യം നേടിയവരാണെന്നോ ഒന്നും അല്ല പറയുന്നത്. ഒട്ടുമിക്ക മാധ്യമപ്രവർത്തകർക്ക് ഹിന്ദി ഇംഗ്ലീഷ് അറിഞ്ഞൂടാ എന്നുള്ളത് മൊണാലിസ കേരളത്തിലെത്തിയപ്പോൾ നമ്മൾ കണ്ടതാണ്. ഒരു പ്രമുഖ ചാനലിൻ്റെ അവതാരകൻ ചെന്ന് ഹിന്ദി ചോദിച്ചിട്ട് അത് ട്രോളായത്. അതുകൊണ്ട് അതിലൊന്നും വലിയ കുറവ് കാണണ്ട. ആരും എല്ലാം അറിയാവുന്ന 100% പെർഫെക്റ്റ് ഉള്ളവരല്ല. പക്ഷേ നിങ്ങളൊരു സ്ഥാനത്തിരിക്കുമ്പോൾ ആ സ്ഥാനത്തിന് നിങ്ങൾ കൊടുക്കുന്ന ഒരു വാല്യൂ ഉണ്ട്, ഒരു വിലയുണ്ട്. ആ വില നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ നിങ്ങൾ ആദ്യം ആ സ്ഥാനത്തെ ബഹുമാനിക്കണം. ചുമ്മാ അഴിമതി നടത്തി കൈയിട്ട് വാരി ഖജനാവ് കാലിയാക്കിയിട്ടൊന്നും കാര്യമില്ല. പറയേണ്ട കാര്യങ്ങൾ ജനങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ പറയണം. അത് എഴുതി വെച്ച് വായിച്ചു എന്ന് കരുതി എന്താണ് സംഭവിക്കാൻ പോകുന്നത്? ഇങ്ങനെ തെറ്റുകൾ വിളിച്ച് പറഞ്ഞ് ഇങ്ങനെ ഇല്ലാത്ത എന്താ പറയുക, നമ്മൾ പൊട്ടിച്ചിരിക്കുന്ന ഇംഗ്ലീഷുകൾ വിളിച്ച് പറഞ്ഞ് കേരളത്തെ അപമാനിക്കുന്നതിലും നല്ലത് എഴുതി വച്ച് വായിക്കുന്നതല്ലേ സാറേ? അതാണ് ഏറ്റവും ഉചിതമായ കാര്യം. മോദിയൊക്കെ പ്രോംപ്റ്റർ വെച്ച് വായിക്കുന്നു, എഴുതി വെച്ച് വായിക്കുന്നു. ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം പറഞ്ഞു കൊടുക്കാൻ ആളുണ്ട്. ഉണ്ടാകും. എന്തുകൊണ്ട്? ട്രോള് വാങ്ങാതിരിക്കാനും നാണം കെടാതിരിക്കാനും അങ്ങേർക്ക് ബുദ്ധിയുണ്ട്. അതുകൊണ്ട് അങ്ങേരത് കൃത്യമായി മാനേജ് ചെയ്യുന്നു പോകുന്നത് കൊണ്ട് ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് ഇംഗ്ലീഷ് അറിഞ്ഞൂടെന്നോ ഹിന്ദി അറിഞ്ഞൂടെന്നോ പറഞ്ഞ് ആരെങ്കിലും ആക്ഷേപിച്ചിട്ടുണ്ടോ? ഇനി കേരളത്തിൽ വന്നിട്ട് മലയാളം പോലും പറയുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഓണം ആശംസിക്കുകയാണ് മലയാളികൾക്ക് മലയാളത്തിൽ. അതുകൊണ്ട് പറയുകയാണ്, ദയവ് ചെയ്ത് ഇനിയും ഞങ്ങളെ ഇങ്ങനെ നാറ്റിക്കരുത്. മറ്റ് സംസ്ഥാനങ്ങൾക്ക് മുന്നിലും മറ്റ് രാജ്യങ്ങൾക്ക് മുന്നിലും ദൈവത്തെ ഓർത്ത് ഇംഗ്ലീഷ് പറയല്ലേ. പറയുമോ?